നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് പറയുകയാണ് നിങ്ങളൊരു കോടീശ്വരനാണെന്ന്. അത് സത്യമാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് എനിക്കൊരു ചിരി കാണാൻ കഴിയും. നിങ്ങൾ വളരെ ആവേശഭരിതനാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എല്ലാവരും പണം വളരെ വിലയുള്ള ഒരു കാര്യമായിട്ട് കരുതുന്നവരാണ്. എന്നാൽ പണത്തേക്കാൾ വളരെ മൂല്യമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്ക് 1,000,000 രൂപ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കൊരു പക്ഷേ അത് കണ്ടെത്താൻ കഴിയും, അല്ലെങ്കിൽ പിന്നെയും സമ്പാദിക്കാൻ കഴിയും. എന്നാൽ അതിനേക്കാൾ വിലയുള്ള ഒരു കാര്യം, അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ ഒരിക്കലും പിന്നെ കണ്ടെത്താൻ കഴിയില്ല, ഒരിക്കലുമില്ല. അതാണ് സമയം. നാം 2020 അവസാന സമയത്തെത്തിയിരിക്കുന്നു. എനിക്ക് അറിയില്ല നിങ്ങൾ ഈ വർഷത്തെ ഒരു നല്ല വർഷമായിട്ട് കരുതുന്നോ ഇല്ലയോ എന്ന്, അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു വർഷം. അതെന്തുമാകട്ടെ, നാം എല്ലാവരും 2020 തുടങ്ങി. നമ്മുടെ അക്കൗണ്ടിൽ 31 ദശലക്ഷം രൂപയുമായി. കാരണം ഒരു വർഷത്തിൽ 31 ദശലക്ഷം സെക്കൻഡുകൾ ഉണ്ട്. നമ്മളിപ്പോൾ നവംബർ 23 ഇവിടെ കൊളറാഡോയിൽ 22 തീയതിയാണ്. എന്നാൽ ഇന്നത്തെ ഈ തീയതി വരെ 2020 28 ദശലക്ഷം നമ്മളെ വിട്ട് പോയി കഴിഞ്ഞു. അതിനർത്ഥം ഈ വർഷം നമുക്ക് ഇനിയും 2 ദശലക്ഷം മിനിറ്റുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് വളരെ കുറച്ചാണ്. നിങ്ങൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഒരു സെക്കൻഡ് ഇത്ര വിലപിടിച്ചത് ആകുന്നതെന്ന്. അതിന് കാരണം ഓരോ നിമിഷവും നാം ഓരോ തെരഞ്ഞെടുപ്പുകൾ എടുക്കുന്നുണ്ട്. എന്തു ചെയ്യണം എന്നുള്ള തെരഞ്ഞെടുപ്പ്, എന്തു പറയണം, എന്ത് ചിന്തിക്കണം, അതുപോലെ നാം ചിന്തിക്കുന്ന ആ മനോഭാവം, അങ്ങനെയുള്ള ഓരോ ചെറിയ തീരുമാനവും. ദയവായിട്ട് ശ്രദ്ധിക്കുക കൂട്ടുകാരെ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പും അത് കൂട്ടിച്ചേർത്താണ് നമ്മുടെ ജീവിതം എന്താണെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളെടുക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പും കൂട്ടിച്ചേർത്താണ് നിങ്ങളുടെ ജീവിതം എന്താണെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ് ഈ ആഴ്ച ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതെങ്ങനെ നിങ്ങളുടെ സ്വഭാവത്തെ രൂപീകരിക്കും. നിങ്ങൾ ഈ കാര്യം മറക്കാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് എന്നുള്ള പദം ഞാൻ ഉപയോഗിക്കുകയാണ്. CHOICE, മനസ്സിലാക്കാൻ വേണ്ടി. തെരഞ്ഞെടുപ്പ് എന്ന ഈ പദത്തിൻ്റെ ഒന്നാമത്തെ അക്ഷരം C ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഇതാണ്. അത് യേശുവിനെ തിരഞ്ഞെടുക്കുന്നതാണ്. യേശു ക്രിസ്തു. ഇവിടെ നിന്നായിരിക്കണം എല്ലാ കാര്യവും തുടങ്ങേണ്ടത്. നിങ്ങളിത് തിരഞ്ഞെടുത്തെങ്കിൽ മറ്റ് തിരഞ്ഞെടുപ്പുകൾ അത് തിരഞ്ഞെടുക്കേണ്ട സമയത്ത് അത് ശരിയായി തിരഞ്ഞെടുക്കാൻ കഴിയും. നിങ്ങൾക്കറിയാമല്ലോ, നമുക്കെല്ലാം ഒരു ശരീരമുണ്ട്. അത് നമ്മൾക്കറിയാം, അത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമുക്കൊരു ആത്മാവും കൂടെ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയാതെ പോയെന്ന് വരാം. കാരണം അത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളൊരു ക്യാൻസറുമായിട്ടാണ് ജനിച്ചതെന്ന്. അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ വളരെ ചെറിയ ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. ചില കുഞ്ഞുങ്ങളെ ക്യാൻസറായിട്ട് തന്നെയാണ് ജനിക്കുന്നത്, രോഗികളായി. നിങ്ങൾ പ്രായം കുറഞ്ഞ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയായി ക്യാൻസർ ഉള്ളവനായിട്ട് ജനിച്ചാൽ നിങ്ങൾ മിക്കപ്പോഴും രോഗിയായിരിക്കും. നിങ്ങൾ എന്ത് കഴിക്കണം എന്നുള്ള കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ള ഒരാളായിരിക്കും. നിങ്ങൾ ഒരിടത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രദ്ധയുള്ളവനായിരിക്കും. നിങ്ങൾക്ക് അണുബാധ ഉണ്ടാകാനായിട്ടുള്ള വളരെ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പല സമയത്ത് ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ടി വരും. അത് ശരീരത്തിലുണ്ടാകുന്ന ക്യാൻസറാണ്. എന്നാൽ ആത്മാവിനും ഇതുപോലെ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെയാണ് പാപമെന്ന് വിളിക്കുന്നത്. വേദപുസ്തകം അതിനെ പാപമെന്ന് വിളിക്കുന്നു. എന്നാൽ ഏറ്റവും ദുഃഖകരമായ കാര്യം, നമുക്ക് എല്ലാവർക്കും പാപമെന്നുള്ള ഈ ക്യാൻസർ ഉണ്ട്. റോമാലേഖനത്തിലെ ഒരു വാക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, എല്ലാവരും പാപം ചെയ്തു. ഈ ലോകത്ത് ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരും ഒരാളൊഴികെ പാപം ചെയ്തവരാണ്. നമ്മളെല്ലാം പാപം ചെയ്തവരാണ്. അതുകൊണ്ട് നമ്മുടെ ദേഹിയിൽ ഈ ക്യാൻസർ ഉണ്ട്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരത്തിന് ക്യാൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ കഴിയുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യം നിങ്ങൾ മരിക്കുമെന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം നിങ്ങൾ ഈ ശരീരത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുള്ളവനാവും. അങ്ങനെ നിങ്ങൾക്ക് ക്യാൻസർ ഇല്ലാത്തവനായി നിത്യതയിൽ ജീവിക്കാൻ കഴിയും. എന്നാൽ നിങ്ങളുടെ ആത്മാവിന് ക്യാൻസർ ഉണ്ടെങ്കിൽ, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അത് പരിഹരിക്കുന്നില്ലെങ്കിൽ, ആ ക്യാൻസറുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ നിത്യത മുഴുവൻ ജീവിക്കും. ദൈവം വളരെ വിശുദ്ധിയുള്ളവനും നീതിമാനുമാകുന്നതുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ ഒരു ക്യാൻസറുമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ജീവിതം ഒരു കപ്പ് പോലെയാണ്. എൻ്റെ കയ്യിലൊരു കപ്പുണ്ട്. നിങ്ങൾ ഇതിനുള്ളിൽ മധുരമുള്ള വെള്ളം ഒഴിക്കാൻ ആഗ്രഹിക്കുന്നു.
ഇവിടെ പ്രശ്നം ഇതാണ്, ഈ കപ്പിനുള്ളിൽ അശുദ്ധിയാണ്. ഈ കപ്പിനുള്ളിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. നിങ്ങൾ എത്ര മധുരമുള്ള വെള്ളം ഇതിനകത്ത് നിങ്ങൾ ഒഴിച്ചാലും നിങ്ങൾ അതിനകത്ത് അത് ഒഴിക്കുന്ന സമയം തന്നെ അത് അശുദ്ധമായി തീരും. അതുകൊണ്ട് ഈ കപ്പ് ശുദ്ധമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയാം. ഈ കപ്പ് വൃത്തിയാക്കുക എന്നുള്ള ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ക്യാൻസർ മാറ്റുന്ന കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ആയാസമില്ലാതെ ചെയ്യാൻ കഴിയുന്നതാണത്. ഈ വാക്കിലെ സി അത് അർത്ഥമാക്കുന്നത് വിശുദ്ധനാകുക എന്നല്ല, അത് യേശുവിനെ നമുക്ക് കാണിച്ചു തരികയാണ്. നിങ്ങൾ കർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഇതാണ് പറയുന്നത്, ഈ കപ്പിനുള്ളിൽ ക്യാൻസർ ഉണ്ട്, നിങ്ങൾക്ക് അവൻ്റെ സഹായം വേണം. എനിക്ക് തന്നെ ഇത് മാറ്റാൻ കഴിയില്ല. നിങ്ങൾ തന്നെ ഇത് മാറ്റാൻ ശ്രമിച്ചാൽ നിങ്ങൾ പരാജയപ്പെടും. അതൊരിക്കലും നടക്കുകയില്ല. നിങ്ങൾ അവനോട് ഇത് മാറ്റണമെന്ന് പറഞ്ഞാൽ അവൻ വളരെ സന്തോഷത്തോടുകൂടി പെട്ടെന്ന് തന്നെ അത് ചെയ്യും. അപ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങളുടെ കപ്പ് ശുദ്ധമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് തൻ്റെ ശുദ്ധമായ ജീവിതം നിങ്ങളിൽ നിറയ്ക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വിജയകരമായിട്ടുള്ള ഒരു ജീവിതം ഈ ഭൂമിയിൽ നടത്താൻ കഴിയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും യോഹന്നാന്റെ സുവിശേഷം 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ വാക്യം ഒരു പക്ഷെങ്കിൽ നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുള്ള സാധാരണമായിട്ടുള്ള ഒരു വാക്യമായിരിക്കാം. നിങ്ങൾ നിന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പക്ഷെങ്കിൽ അതിലെ വാക്കുകൾ നമുക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം. ചില സമയത്ത് എനിക്കങ്ങനാണ്. ഈ ഉദാഹരണത്തോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളെ അത് പറഞ്ഞ് ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കാം. ഇവിടെ എന്താണ് പറയുന്നത്? ഇതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. അവൻ കാണുന്നു, ഇങ്ങ് താഴെ ഈ ക്യാൻസർ ബാധിച്ചവരായി നാം ദുഃഖിതരായി നിരാശരായി നടക്കുന്നു. അവന് ഈ കാര്യം മനസ്സിലാകുന്നു, നാം എത്രമാത്രം പരിശ്രമിച്ചാലും നമുക്ക് ഈ രോഗത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ലെന്ന്. നമ്മെ അവൻ വളരെ സ്നേഹിക്കുന്നതുകൊണ്ട് അവൻ തൻ്റെ പുത്രനെ അയക്കാൻ തീരുമാനിക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ ഈ ക്യാൻസർ മാറ്റാൻ ഈ ഭൂമിയിലേക്ക് അയച്ചു. അതിനുവേണ്ടി യേശു മരിക്കണമായിരുന്നു. കാരണം നമ്മുടെ പാപത്തിൽ നമ്മളെ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി അത് മാത്രമായിരുന്നു. ഈ കപ്പിനെ ശുദ്ധീകരിക്കാൻ ഒരു കാര്യത്തിന് മാത്രമേ കഴിയൂ, അത് യേശുവിൻ്റെ രക്തമാണ്. അതുകൊണ്ട് അവൻ വന്ന് നമുക്കായിട്ട് മരിച്ചു. അവൻ്റെ രക്തം നമുക്കായിട്ട് ഒഴുക്കി. ഈ ക്യാൻസർ മാറാനായിട്ട് ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ നിന്ന് അത് മാറ്റാനായിട്ട് ഈ രക്തത്തിന് കഴിയും. ഈ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നിങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നാളേക്കോ അടുത്ത ആഴ്ചയിലേക്കോ അല്ലെങ്കിൽ 10 വയസ്സാകാൻ വേണ്ടിയോ, നിങ്ങൾ ഏത് പ്രായമുള്ളവനാണെങ്കിലും ഇന്ന് തീരുമാനമെടുക്കാം. അത് വളരെ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് തന്നെ നിങ്ങൾക്ക് അതിപ്പം ചെയ്യാം. നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങളുടെ വീട്ടിലോ വേറെ എവിടെയാണെങ്കിലും തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ശാന്തമായിട്ട് യേശുവിനോട് പറയുക. അവൻ നിങ്ങളെ ഇപ്പോൾ തന്നെ കേൾക്കും. ഇപ്പോൾ അവൻ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവനോട് പറയുക, ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ കപ്പ് എത്ര അശുദ്ധമാണെന്ന്. എനിക്ക് ഈ ക്യാൻസർ ഉണ്ട്. അതോടുകൂടെ നിങ്ങൾ മരിക്കേണ്ട ആവശ്യമില്ല. അവനോട് പറയുക, കർത്താവേ, നിൻ്റെ രക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമെന്ന്. നിങ്ങൾ വിശ്വസിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, ദൈവം അത് ചെയ്യും. അപ്പോൾ തന്നെ ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ്. ഒരിക്കൽ നിങ്ങൾ ഈ കാര്യം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിരന്തരമായി യേശുവിനെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ 40കളിലാണ് ജീവിക്കുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കിയത്. എൻ്റെ മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും എല്ലാ ദിവസവും ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഏറ്റുപറയുന്നു, പലപ്പോഴും എനിക്കതിന് കഴിഞ്ഞിട്ടില്ലെന്നും. എന്നാൽ ഇപ്പം ഞാനത് ചെയ്യുന്നു. ഞാൻ എഴുന്നേൽക്കുമ്പോൾ പറയും, കർത്താവേ, ഇന്ന് എനിക്ക് നിൻ്റെ രക്തം പിന്നെയും വേണം. ഈ കപ്പ് ശുദ്ധിയോടെ സൂക്ഷിക്കാൻ എനിക്ക് നിൻ്റെ സഹായവും കൃപയും വേണം. ഇതിലുള്ള ക്യാൻസർ പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് എല്ലാ ദിവസവും കർത്താവിനെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. അവൻ നിങ്ങളെ സഹായിക്കും. അവൻ നിങ്ങളെ സഹായിക്കും. ഇതേപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി. പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അങ്ങാരാണെന്നറിഞ്ഞ് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഏതുമല്ലെങ്കിലും അങ്ങെല്ലാമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു കർത്താവേ, നന്ദി. നീ വന്ന് ഞങ്ങൾക്കായിട്ട് യാഗമായതുകൊണ്ട് ഞങ്ങൾ ഇനി ഒരിക്കലും ഈ ക്യാൻസറുമായിട്ട് ഞങ്ങൾ മരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളാരും ഈ വൃത്തിഹീനമായ കപ്പ് രഹസ്യമായി കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ആവശ്യഭാരത്തോടെ കരയുന്ന എല്ലാവരുടെയും ശബ്ദം അവിടുന്ന് കേൾക്കണേ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.